എന്താ മോളെ, എന്താ അവിടെ ബഹളം കേട്ടത്? ധനുഷ് ഇറങ്ങി പോകുന്നുണ്ടല്ലോ. അച്ഛൻ എന്തിനാ ഞങ്ങൾ ഈ വീട്ടിൽ നിർബന്ധിച്ചു കൊണ്ടൊന്ന് താമസിപ്പിച്ചിരിക്കുന്നേ? അതുകൊണ്ടല്ലേ എനിക്കും എന്റെ ഭർത്താവിനും ഈ അപമാനം സഹിക്കേണ്ടി വരുന്നേ. വയ്യച്ച, മടുത്തു. ഇന്നത്തോടെ എല്ലാം നിർത്തി ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടേലും പോവാം. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? എനിക്കൊന്നും പറയാനില്ല. ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചതുകൊണ്ട് അച്ഛന്റെ ആൺമക്കൾക്ക് ഞാനിപ്പോ കൂടെ പിറപ്പല്ലാണ്ടായി. മോളെ, ഇവളെന്തൊക്കെയാ പറയുന്നത്? അവിടെ എന്താ പ്രശ്നം ഉണ്ടായത്? അച്ഛാ, അത് പിന്നെ ധനുഷും നന്ദേണ്ണും സന്ദീപുമായിട്ട് ചെറിയൊരു സംസാരം ഉണ്ടായി. ഇങ്ങനെ അപമാനിക്കുന്നതാണോ ചെറിയ സംസാരം? ഇനി ഈ വീട്ടിലെ ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ദയവേത് ഞങ്ങൾ എങ്ങോട്ടേലും പോവാൻ അച്ഛൻ അനുവദിക്കണം. ഞങ്ങൾ എങ്ങോട്ടേലും പോയിക്കോളാം. ആർക്കും ഒരു ശല്യമാവാതെ ഏതെങ്കിലും നാട്ടിൽ പോയി എന്തേലും പണിയെടുത്ത് ജീവിച്ചോളാം. അവരെന്താ പറഞ്ഞത്? പറഞ്ഞതല്ലോ, അപമാനിച്ച് ഇറക്കി വിട്ടതല്ലേ. ആരെ ഇറക്കി വിട്ടു? അച്ഛാ, കാര്യം ഞാൻ പറയാം. സ്നേഹയുടെ എന്തോ സാധനങ്ങൾ എടുക്കാനായിട്ട് ധനുഷും സ്നേഹയും കൂടി മുറിക്കകത്ത് കയറി വന്നു. നന്ദേട്ടനും സന്ദീപിനും അതിഷ്ടപ്പെട്ടില്ല. ധനുഷിനോട് ഔട്ട് ഹൗസിൽ നിന്നും ഇറങ്ങി വരരുതെന്ന് മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ. അത് തെറ്റിച്ചതിന്റെ ദേഷ്യം. ഇന്നലെ വരെ ധനുഷ് ആരായിരുന്നു എന്നത് എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഇന്ന് അവൻ എന്റെ ഭർത്താവാ. ഇങ്ങനെ അപമാനിക്കുന്ന സ്ഥലത്ത് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അവരോട് ഞാൻ സംസാരിച്ചോളാം. മോള് സമാധാനിക്ക്. എങ്ങനെ സമാധാനിക്കണം? ഇത് എന്റെയും കൂടെ വീടല്ലേ. എന്നിട്ടും എന്റെ ഭർത്താവിന് ഈ വീട്ടിൽ കയറാൻ അവകാശമില്ല. താമസം ജോലിക്കാര് താമസിക്കുന്ന ഔട്ട് ഹൗസില്. ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് ഇതിനകത്ത് നിന്ന് ഇറക്കി വിടാൻ ധനുഷ് എന്ത് തെറ്റാ ചെയ്ത്? എന്നേലും ഒരിക്കല് നിങ്ങളെല്ലാം അവനോട് പൊറുക്കും ക്ഷമിക്കും എന്നൊക്കെ കരുതി എനിക്ക് വേണ്ടി ഔട്ട് ഹൗസിൽ താമസിക്കുവോ അവൻ? എന്നിട്ടും ഈ വീടിനകത്ത് കയറി എല്ലാവരുടെ ഒപ്പം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള അവകാശം പോലും അവനില്ല. ഇതെന്ത് നീതിയാണച്ചാ? എന്റെ ഏട്ടന്മാർക്ക് എല്ലാവർക്കും അവ ശത്രുവായിരിക്കും. പക്ഷെ എനിക്ക് എന്റെ ഭർത്താവാ. അവൻ ആത്മാർത്ഥയെ തന്നെ എന്നെ സ്നേഹിക്കുന്നേ. എനിക്കത് നല്ല ഉറപ്പുണ്ട്. ഞാനും അച്ഛന്റെ മകള് തന്നെയല്ലേ. പിന്നെ എന്തിനാ ഞങ്ങളോട് ഈ ക്രൂരത കാണിക്കുന്നേ? അച്ഛാ,